പക്ഷേ കെ രാധാകൃഷ്ണൻ വന്ന കാറ്റിന് മുന്നിൽ തട വെക്കുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരം അവിടുത്തെ സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാകുമോ എന്നറിയേണ്ടത്. ഇനി നോക്കൂ, സുരേഷ് ഗോപി ഈ മണ്ഡലത്തിലും ആദ്യ അഞ്ചിലുണ്ട്. അതെ, സുരേഷ് ഗോപി എല്ലാ മണ്ഡലങ്ങളിലും 18 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയാണ് 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ഉള്ളത്. അതായത് കേരളത്തിൽ BJPയുടെ നേതാവായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നത് സുരേഷ് ഗോപിയെ 5-ൽ എന്തായാലും ഉണ്ട്. അതെ. അപ്പോൾ മുഖ്യമന്ത്രിയായി ആലത്തൂരുകാർ കാണുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവസാന ചോദ്യം, ഏറ്റവും നിർണായകമായ ചോദ്യം. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MPക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഏത് മുന്നണി അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാണ് വിജയ സാധ്യത? ആ ചോദ്യത്തിന് ആലത്തൂർ കൃത്യമായ മറുപടി നൽകുന്നു. നോക്കൂ, സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപ് കൃത്യമായ മറുപടി. ആലത്തൂരിൽ രമ്യ ഹരിദാസ് UDF ഭരണമെന്ന് 46% പേരാണ് ആഗ്രഹിക്കുന്നത്. LDF വരണമെന്ന് 43%. അതായത് 3% വ്യത്യാസത്തിൽ UDF ആ മണ്ഡലം നിലനിർത്താൻ പോകുന്നു എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ 52.4% UDFന്റെ വോട്ടെങ്കിൽ അതിൽ 6% കുറയുന്നത്. പല ഘടകങ്ങളും രമ്യ ഹരിദാസിന് അനുകൂലമായിരിക്കുമ്പോൾ പോലും 6% വോട്ട് അവിടെ കുറഞ്ഞ് 46%ത്തിലേക്ക് UDF എത്തും. അതേസമയം അവിടെ വളർച്ച കാണിക്കുന്നത് ഇടതുപക്ഷമാണ്. LDFന് കഴിഞ്ഞ 2019-ൽ 36.8% ഇക്കുറി 43% ഉയരുമെന്നാണ് പറയുന്നത്. അതായത് 7% വളർച്ച കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ കെ രാധാകൃഷ്ണൻ വരുമ്പോൾ വീണ്ടും വലിയൊരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വലിയ വളർച്ച ഉണ്ടായാൽ മാത്രമേ കഴിഞ്ഞ തവണത്തെ ഈ മാർജിനെ ക്രോസ് ചെയ്യാൻ പറ്റൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 16% വ്യത്യാസത്തിലാണ് രമ്യ ഹരിദാസ് അവിടെ വിജയിച്ചു കയറി. ഇത്തവണ രമ്യ ഹരിദാസ് വിജയിക്കുകയാണെങ്കിലും വിജയിക്കുകയാണെങ്കിലും അത്ര വലിയ 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും പക്ഷേ മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ മണ്ഡലം കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയ ആൻസർ എന്ന് മാത്രമല്ല 3% എന്നൊക്കെ പറയുമ്പോൾ ഒരു 30,000-35,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഫിനിഷ് ചെയ്യുക. ആ 35,000 വോട്ട് എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം കൊണ്ട് നേരത്തെ സുജയ സൂചിപ്പിച്ച പോലെ കാറ്റ് തിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ ഈ പറയുന്ന 3% ചെറിയൊരു വ്യത്യാസമാണ്. ഞാൻ എന്റെ ഒരു നിരീക്ഷണമാണ് പറഞ്ഞത്. കാരണം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല ആ ജില്ലയിൽ ഉടനീളം സ്വാധീനമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. നിശ്ചയമായി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3% എന്ന് പറയുന്നത് വളരെ ചെറിയ വ്യത്യാസമാണ്. നേരത്തെ നമ്മൾ വടകരയിൽ 1% വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ 3% വ്യത്യാസമാണ്. ആ 3% എന്ന് പറയുന്ന ഒരു 30,000-35,000 ഇടയ്ക്കുള്ള വോട്ടിൽ നിൽക്കും. ആ 35,000 വോട്ട് കെ രാധാകൃഷ്ണന് മറിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഒട്ടും അസംഭാവ്യമായൊരു മണ്ഡലമല്ല കേട്ടോ. അത് ആലത്തൂർ ചുവന്ന മണ്ഡലമാണ്. എല്ലാ MLA-മാരും PK ബിജു കൈവിട്ട് കളഞ്ഞ കെ രാധാകൃഷ്ണൻ തിരിച്ചു പിടിക്കുമോ? നമുക്ക് ജെയ്സണിലേക്ക് പോകാം. അതെ, ജെയ്സൺ ചാമവളപ്പിൽ തയ്യാറാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ വിശകലനവുമായി. ജെയ്സൺ, വെൽക്കം ടു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. ജെയ്സൺ, 2009-ൽ രൂപീകരിച്ച ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒറ്റത്തവണ മാത്രമാണ് അത് UDFനെ പിന്തുണച്ചിട്ടുള്ളത്. അത് രമ്യ ഹരിദാസിലൂടെ ആണ്. അത് തുടരാനുള്ള സാധ്യതയാണോ? മണ്ഡലത്തിൽ MPയുടെ പ്രവർത്തനം എങ്ങനെയാണ് ജനം വിലയിരുത്തിയിരിക്കുന്നത്? സർവേ പറയുന്നു അവർക്കൊപ്പമെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPMന്റെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നായിരുന്നു ആലത്തൂർ മണ്ഡലം എന്നതാണ്. ആ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും തങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ആലത്തൂർ മണ്ഡലം തങ്ങൾ പിടിക്കും, തങ്ങൾക്ക് ഉറച്ച മണ്ഡലമാണെന്ന വലിയ സ്വപ്നത്തിന്റെ തകർച്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കെ രാധാകൃഷ്ണനെ പോലെ കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ തന്നെ രംഗത്തിറക്കാൻ CPMനെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. AK ബാലനെ പോലെ നിരവധി പേർ ഈ പാലക്കാട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ജനകീയ മുഖമായ കെ രാധാകൃഷ്ണനെ അവതരിപ്പിക്കുന്നതിലൂടെ CPMന് ഈ മണ്ഡലം വീണ്ടും കൈവിട്ടു പോകുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, രമ്യ ഹരിദാസ് നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇലക്ഷൻ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡ് സെറ്റ് ചെയ്തത് രമ്യ ഹരിദാസ് ആയിരുന്നു. രമ്യ ഹരിദാസും വിജയരകനുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ, രമ്യ ഹരിദാസിന്റെ പാട്ടെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. അതിൻ്റെ ചെറിയ പ്രതിഫലനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക CPMനുണ്ട്. രമ്യ ഹരിദാസിനെ പോലെ ഒരാളെ നേരിടാൻ ഒരു സ്ഥാനാർത്ഥി പോരാ എന്ന തിരിച്ചറിവാണ് കെ രാധാകൃഷ്ണനെ പോലെ ഈ മന്ത്രിസഭയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏക മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. അതും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും
പരിഗണിക്കപ്പെടുമെന്ന് പൊതുവെ പറയപ്പെടുന്ന കെ രാധാകൃഷ്ണനെ പോലെ ഒരാളെയാണ് ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നത് CPM അല്പം ആ മണ്ഡലത്തിൽ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഒന്ന്. രണ്ടാമത്, ആലത്തൂർ പോലൊരു മണ്ഡലം തങ്ങളുടെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിലൊന്ന് തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്ന രണ്ടാമത്തെ ഒരു പ്രധാന ഘടകം. ഇതെല്ലാം കൂടി ചേർന്നതുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ വരുന്നത്. നമ്മുടെ സർവേ കെ രാധാകൃഷ്ണന്റെ പേര് സജീവമായി വരുന്നതിന് മുമ്പ് നടത്തിയതാണ്. അതിനുശേഷം കെ രാധാകൃഷ്ണന്റെ പോലുള്ള 20 വർഷത്തോളം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, ഇപ്പോൾ വീണ്ടും മന്ത്രിയായിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ജനകീയ മുഖം വരുന്നതോടുകൂടി ആ മണ്ഡലം അല്പം കൂടി അനുകൂലമായി ഇടതുപക്ഷത്തിനു വേണ്ടി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയാണ് CPM-നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അതേസമയം താങ്ക് യു ജെയ്സൺ ചാമവളപ്പിൽ. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്. അതെ, പാട്ടുപാടി ഈ ജയിക്കുമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും വലിയ ആശങ്ക രൂപപ്പെട്ടിരിക്കുന്ന മണ്ഡലം യഥാർത്ഥത്തിൽ ആലത്തൂരാണെന്ന് തോന്നുന്നു അല്ലെ. കെ രാധാകൃഷ്ണന്റെ ഒരു ശക്തമായ പ്രതിച്ഛായ അത് നിശ്ചയമായും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നു. പിന്നെ നിശ്ചയമായി നമ്മളിന്ന് പറഞ്ഞ വടകരയും സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം ഈ രണ്ടിടങ്ങളിലും ജയിക്കണമെങ്കിൽ പ്രതിച്ഛായ ഗുണം ചെയ്യണം. അതെ വെച്ചാൽ ഈ രണ്ടിടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വങ്ങൾ വളരെ പ്രധാനമായി മാറിയ രണ്ട് മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. പ്രതിച്ഛായ കൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം. അതെ. അപ്പോ അവസാനത്തെ ടാലി എങ്ങനെയാണ് സുജയ? ഇപ്പോൾ നമ്മൾ 18 ഇടങ്ങൾ പിന്നിടുമ്പോൾ UDF 13, LDF 5 എന്ന നിലയിലാണ് നിൽക്കുന്നത്. 13-5 UDF-നൊപ്പമുള്ള മണ്ഡലങ്ങൾ കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട്, പൊന്നാനി, ഇടുക്കി, കോഴിക്കോട്, ആലപ്പുഴ, ചാലക്കുടി, പാലക്കാട്, എറണാകുളം, കോട്ടയം, ആലത്തൂർ. എന്നാൽ 5 മണ്ഡലങ്ങൾ ഇക്കുറി LDF നേടുമെന്നാണ് 18 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടർ പ്രീ പോൾ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാസർഗോഡ്, മാവേലിക്കര, പത്തനംതിട്ട, കണ്ണൂർ ഒപ്പം വടകരയും LDF നേടുമെന്ന് റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയിൽ ജനങ്ങൾ അതാത് മണ്ഡലങ്ങളിലെ വോട്ടർമാർ അഭിപ്രായപ്പെടുന്നു. ഏറ്റവും അധികം സാമ്പിൾ സൈസ് ഉള്ള സർവേയാണ് നമ്മൾ നടത്തിയത്. 19,223 പേരാണ് ആലത്തൂരിൽ റെസ്പോണ്ട് ചെയ്തത്. വടകരയിലും സമാനമാണ് നമ്മുടെ സാമ്പിൾ സൈസ്. ഫെബ്രുവരി 8 വരെയുള്ള സർവേയുടെ ഫലമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സ്ഥാനാർത്ഥിയായി കെ രാധാകൃഷ്ണൻ വരുന്നത് അതിനുശേഷം മാത്രമാണ്. അടുത്ത ഘട്ടത്തിൽ കുറച്ചുകൂടി വ്യക്തമായി നമ്മുടെ വോട്ടർമാർ പ്രതികരിക്കും.